രാവിലെ തന്നെ എല്ലാവരും കൂടി നേരം വെളുത്തപ്പോഴേ ഒരു സ്ഥലത്ത് പോവാം. എല്ലാവരും കുളിച്ചൊരുങ്ങും. ഞങ്ങളെല്ലാവരും ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോവാം. പൊങ്കാലയിടണം. കല്യാണിക്കൊരു താലപ്പൊലിയുണ്ട്. അങ്ങനെ ട്രെയിൻ പിടിച്ചു ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി. തൊഴുത് ഭയങ്കര തിരക്കായിരുന്നു. 2 കോല ഐസ്ക്രീമൊക്കെ മേടിച്ചു കുടിച്ചു. ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അന്ന് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. തലേന്ന് എല്ലാം ഒരുക്കിയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ ഇറങ്ങി ചുറ്റും കാണാനും പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പോയി. മോൾക്ക് താലപ്പൊലിക്കുള്ള സാധനങ്ങൾ അവിടെ അമ്മയോടും അപ്പച്ചിയോടൊക്കെ ചോദിച്ച് കൂട്ടുകാരൻ്റെ അത് അടുത്തൊരു കടയിൽ നിന്ന് നമുക്കത് പറഞ്ഞ് വെച്ചിരുന്നു. അത് സന്ധ്യയാകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ഈ സ്റ്റെപ്പ് ഇറങ്ങി ലെഫ്റ്റിലോട്ട് പോയാൽ അമ്പലം എത്തുക. അത്രയ്ക്ക് അടുത്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ആഗ്രഹിച്ചുകൊണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് സന്ധ്യയ്ക്കുള്ള ദീപാരാധന ആ സമയത്ത് ഞങ്ങളവിടെ പോയി ദീപക്കാഴ്ചയൊക്കെ കണ്ട് പൂക്കളൊക്കെ വില ചോദിച്ച്. അത് നല്ല പൂക്കളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. കുറേ സ്ഥലത്തൊക്കെ നടന്നപ്പോൾ ആ ദേവി ഇങ്ങനെ ഒരുക്കി നിർത്തിയേക്കും. ഞാനൊരു 16 വയസ്സുള്ളപ്പോൾ ഞാൻ പോയി പൊങ്കാലയിട്ട് കണ്ടത് ഇതൊക്കെ. ഇപ്പം എൻ്റെ മക്കളെ കൊണ്ട് പോയി. സന്തോഷമുണ്ട് അതൊക്കെ കണ്ടതിൽ. ഈ പാലം കടന്ന് അങ്ങോട്ട് പോയി അവിടെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് സന്ധ്യയായപ്പോൾ തിരിച്ചിങ്ങ് പോന്നു. എല്ലായിടത്തും ഇങ്ങനെ ഒരുക്കി വെക്കും ദേവിയുടെ. എല്ലായിടത്തും പൊങ്കാലയും കലങ്ങളും വിൽക്കാൻ വെച്ചേക്കുക. എല്ലാം കലം വാങ്ങി പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സന്ധ്യയ്ക്ക് ഞങ്ങൾ എല്ലാം കഴിച്ചിട്ട് വീണ്ടും പോയി. മോൾക്ക് താലപ്പൊലിക്കുള്ള സാധനങ്ങളൊക്കെ അറിയത്തില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു. അതെല്ലാം അവിടുന്ന് ഒരു കടയിൽ നിന്ന് ഏർപ്പെടുത്തിയിരുന്നു. അവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവരെ കൊണ്ടുപോയില്ല. ഞങ്ങൾ ഈ സമയത്ത് ചെന്നപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ കലത്തിൻ്റെ രൂപത്തിലുള്ളത് ഇങ്ങനെ കെട്ടി നല്ല രസമുണ്ട്. അത് കൊണ്ടുപോയെന്ന് കാണാനൊക്കെ. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്നു. അത് പോയി റോഡ് ക്രോസ് ചെയ്ത് വേണം. ഇന്ന് വേറെ ചേച്ചി കൂടെ വന്നായിരുന്നു ഈ സാധനങ്ങളെല്ലാം പറഞ്ഞിരുന്ന കടയിൽ. എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയത്തില്ല. അന്ന് പൂക്കുലയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പൂക്കുലയും പഴവും. ഇവിടുത്തെ കണക്കല്ല, നമ്മൾ തേങ്ങയ്ക്കകത്ത് ഇവിടെയൊക്കെ വിളക്ക് കത്തിച്ച് താലപ്പൊലി എടുക്കുന്നത്. പക്ഷെ അത് അതിനകത്ത് വെച്ചിട്ട് തേങ്ങ അത് അതേപോലെ തന്നെ വെക്കും, മുറിക്കത്തില്ല തേങ്ങ. അങ്ങനെ പഴവും പൂക്കുലയും മാലയും ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് താല പിടിക്കിയത്. താല അവിടെ വീട്ടിൽ നിന്ന് കത്തിച്ചിട്ടിറങ്ങും. പക്ഷേ നമ്മൾ റോഡിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് തിരക്കാവുന്നതുകൊണ്ട് കത്തിക്കത്തില്ല. അതൊക്കെ ഞങ്ങൾ പിറ്റേന്ന് അതൊക്കെ വെളുപ്പിനെ പോയി. അന്ന് ഉച്ച വരെ ഉള്ളായതുകൊണ്ട് 1:30 കഴിഞ്ഞാൽ പിന്നെ താല ഒന്നും നമ്മൾ എടുക്കത്തില്ല. അവിടെ 1:30 2:15 കഴിഞ്ഞ് ദേവിയുടെ നട ഈ പ്രാവശ്യം അടയ്ക്കുക. അതുകൊണ്ട് നേരത്തെ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇതിനുള്ള സാധനങ്ങൾ ഇതെല്ലാം കിരീടം, അത് ഹാരം, അങ്ങനെ ഒരുപാട് കുഞ്ഞിനെ ഇതെല്ലാം മേടിച്ച് അവിടുന്ന് പറഞ്ഞ് എല്ലാം മേടിച്ചു. കൊളുന്തുണ്ട്. കൊളുന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര മണമാണ് ഇത്. അത് ഒരുപാട് കിട്ടി. 10 രൂപയ്ക്ക് നേരത്തെ പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനം അത്. ഇവിടുന്ന് ഞങ്ങൾക്ക് പൂക്കുല കൊണ്ടുപോയായിരുന്നു. ഇവിടുത്തെ പൂക്കുല ഞങ്ങൾക്ക് എടുത്ത് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി. മുല്ലപ്പൂ പ്രത്യേകം മേടിച്ചായിരുന്നു തലയിൽ വെക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി അന്ന്.